ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എക്സസൈസ് 3.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The temperature in the high altitude desert of Ladakh is recorded as 4 degrees Celsius at noon. By midnight, it drops by 15 degrees Celsius. What is the midnight temperature? അപ്പോൾ ലഡാക്കിലെ നൂണിലെ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിഡ് നൈറ്റ് ആയപ്പോൾ 15 ഡിഗ്രി സെൽഷ്യസ് കൂടെ ഡ്രോപ്പായി. അപ്പോൾ മിഡ് നൈറ്റിലെ ടെമ്പറേച്ചർ എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇനിഷ്യൽ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 4 ഡിഗ്രി സെൽഷ്യസ്. ഡ്രോപ്പ് ആയത് എത്രയാണ്? ഡ്രോപ്പ് ആയത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ ഡ്രോപ്പ് ആകുക എന്ന് വെച്ചാൽ കുറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ മിഡ് നൈറ്റ് ടെമ്പറേച്ചർ എന്തായിരിക്കും? മിഡ് നൈറ്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 4ൽ നിന്ന് 15 ഡിഗ്രി ഡ്രോപ്പായി അല്ലേ? അപ്പോൾ 4 മൈനസ് 15 ഈസ് ഈക്വൽ ടു 11 ഡിഗ്രി സെൽഷ്യസ്. ദെർഫോർ ദ മിഡ് നൈറ്റ് ടെമ്പറേച്ചർ ഈസ് ഇവിടെ -11 ആണ് കേട്ടോ. 4 മൈനസ് 15 ഈസ് -11 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ സ്പൈസ് ട്രേഡർ ടേക്ക് എ ലോൺ എന്ന് പറയുന്നത് ഡെപ്റ്റ് ആണ്. ലോൺ ഓഫ് ₹850. The next day he makes a profit of ₹1200. അപ്പോൾ ലോൺ എന്ന് പറയുന്നത് ഡെപ്റ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബ്രഹ്മഗുപ്ത ലോ വെച്ചിട്ട് എന്താണ്? ഫോർച്യൂൺ ആണ് അല്ലേ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫോർച്യൂൺ ആണ്. ദ ഫോളോയിങ് വീക്ക് ഹി ഇൻക്രീസ് എ ലോസ് ഓഫ് ₹450. റൈറ്റ് ദിസ് സീക്വൻസ് ആസ് ആൻ ഇക്വേഷൻ യൂസിങ് ഇൻറ്റിജേഴ്സ് ആൻഡ് കാൽക്കുലേറ്റ് ഹിസ് ഫൈനൽ ഫൈനാൻഷ്യൽ സ്റ്റാൻഡിങ്. അപ്പോൾ സ്പൈസ് ട്രേഡർ ₹850 ആണ് ലോൺ എടുത്തത്. നെക്സ്റ്റ് ഡേയിൽ അദ്ദേഹം ₹1200 പ്രോഫിറ്റ് ഉണ്ടാക്കി. അടുത്ത വീക്കിലോ ലോസ് ഓഫ് ₹450. അപ്പോൾ ഇൻറ്റിജേഴ്സ് യൂസ് ചെയ്ത് ഇതൊരു ഇക്വേഷനായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാൻഡിങ്ങും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഡെപ്റ്റ് എത്രയായിരുന്നു? ഡെപ്റ്റ് എന്ന് പറയുന്നത് 850 ആയിരുന്നു അല്ലേ? അപ്പോൾ ലോൺ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നെഗറ്റീവ് നമ്പറാണ്. ഡെപ്റ്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് -850 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസിന് മുമ്പ് ഞാനിട്ട ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം എക്സസൈസുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും കേട്ടോ. ഡെപ്റ്റ് എപ്പോഴും നെഗറ്റീവ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർച്യൂൺ എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സിനെയുമാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡെപ്റ്റ് -850. ഇനി പ്രോഫിറ്റ് എത്രയായിരുന്നു? പ്രോഫിറ്റ് ₹1200. ഇവിടെയും റുപ്പീസാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും എന്തായി? ലോസായി. ലോസ് വരുമ്പോഴും എന്താണ്? നഷ്ടമാണ്. അപ്പോൾ നമ്മളത് മൈനസിലാണ് എഴുതുന്നത് കേട്ടോ. -450. ഇനി ഇൻറ്റിജേഴ്സ് യൂസ് ചെയ്ത് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം? -850 പ്ലസ് 1200 മൈനസ് 450. അപ്പോൾ ഇതിൻ്റെ സൈനുകളെല്ലാം വെച്ചിട്ട് നമ്മളിത് ഇക്വേഷനായിട്ട് എഴുതി. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ചെയ്താൽ എന്താവും? -850 1200 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 350 വരും. 350 മൈനസ് 450. 350 മൈനസ് 450 ഈസ് -100. Therefore, his final financial standing is -100 അപ്പോൾ എന്താണ്? ലോസ് ഓഫ് ₹100. ഇവിടെ ലോസ് ആണ് അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാൻഡിങ്. ഓക്കെ. അടുത്തത് കാൽക്കുലേറ്റ് ദ ഫോളോയിങ് യൂസിങ് ബ്രഹ്മഗുപ്താസ് ലോ. അപ്പോൾ ബ്രഹ്മഗുപ്താസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മഗുപ്ത ലോ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നെഗറ്റീവ് നമ്പേഴ്സിനെയാണ് അല്ലേ? ഡെപ്റ്റ് നെഗറ്റീവിനെ, ഫോർച്യൂൺ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പോസിറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ബ്രഹ്മഗുപ്ത ലോ വെച്ചിട്ട് ഡെപ്റ്റ് ഇൻറ്റു ഫോർച്യൂൺ എന്താണ്? അതായത്
നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താണ്? ഡെപ്റ്റ് തന്നെയായിരിക്കും. ഡെപ്റ്റ് ഇൻറ്റു ഫോർച്യൂൺ ഡെപ്റ്റ് തന്നെയായിരിക്കും. അതായത് ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. പിന്നെന്താണ്? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഡെപ്റ്റ് ഇൻറ്റു ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർച്യൂൺ ആയിരിക്കും. അതായത് പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും. പിന്നെന്താ? 0 മൈനസ് എ ഡെപ്റ്റ്, അതായത് 0യിൽ നിന്ന് ഡെപ്റ്റ് മൈനസ് ചെയ്താൽ, അതായത് 0യിൽ നിന്ന് ഒരു നെഗറ്റീവ് നമ്പർ മൈനസ് ചെയ്താൽ എന്തായിരിക്കും? ഫോർച്യൂൺ ആയിരിക്കും. അതായത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പിന്നെന്താണ്? ഡെപ്റ്റ്, അതായത് നെഗറ്റീവ് നമ്പറിനെ ഫോർച്യൂൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ഡെപ്റ്റ് ആയിരിക്കും. ഇതാണ് ബ്രഹ്മഗുപ്താസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഓരോ പ്രോബ്ലംസും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ -12 ഇൻറ്റു 5. നെഗറ്റീവ് എന്ന് പറയുന്നത് ഡെപ്റ്റാണ്, 5 എന്ന് പറയുന്നത് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഡെപ്റ്റ് ഇൻറ്റു ഫോർച്യൂൺ എന്താണ്? ഡെപ്റ്റ് തന്നെയാണ്. അതായത് ഒരു നെഗറ്റീവ് നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് നെഗറ്റീവ്. 12 ഇൻറ്റു 5 60. അപ്പോൾ എന്ത് വരും? -60 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് സെക്കൻഡ് വൺ -8 ഇൻറ്റു -7. ഇവിടെ രണ്ടും ഡെപ്റ്റാണ്, അതായത് രണ്ടും നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ്? പോസിറ്റീവ് ആണ്. 8 7s are 56. അപ്പോൾ പോസിറ്റീവ് 56 ഫോർച്യൂൺ ആണ് കിട്ടുക. അടുത്തത് തേർഡ് വൺ 0 മൈനസ് -4. ഇതെന്താണ്? 0യിൽ നിന്ന് ഡെപ്റ്റ് മൈനസ് ചെയ്താൽ എന്തായിരിക്കും? ഫോർച്യൂൺ ആയിരിക്കും. അതായത് ഈ ഒരു നമ്പറിൽ നിന്ന് നെഗറ്റീവ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുന്നത് എന്തിന് സെയിമാണ്? അത് ആഡ് ചെയ്യുന്നതിന് സെയിമാണ്. ഓക്കെ, അപ്പോൾ 0 + 4 ആയിട്ട് ഇത് മാറും. 4 അല്ല 14 ആണ്. അപ്പോൾ 0 + 14 = 14. ഫോർച്യൂൺ തന്നെയാണ് കിട്ടുക. ഇനി അടുത്ത ഫോർത്ത് വൺ -20 ഡിവൈഡഡ് ബൈ 4. അതായത് ഡെപ്റ്റിനെ ഫോർച്യൂൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? ഡെപ്റ്റ് ആയിരിക്കും. അതായത് ഒരു നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. 20 ഡിവൈഡഡ് ബൈ 4 ഈസ് 5. അപ്പോൾ നമുക്ക് -5 എന്ന് കിട്ടി. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ യൂസിങ് എ റിയൽ വേൾഡ് എക്സാമ്പിൾ ഓഫ് ഡെപ്റ്റ് വൈ സബ്ട്രാക്റ്റിംഗ് എ നെഗറ്റീവ് നമ്പർ ഈസ് ദി സെയിം ആസ് ആഡിങ് എ പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഇവിടെ നമ്മളോട് റിയൽ വേൾഡ് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉള്ളത്. റിയൽ വേൾഡ് എക്സാമ്പിൾ ഓഫ് ഡെപ്റ്റിൻ്റെ റിയൽ വേൾഡ് എക്സാമ്പിൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവ് നമ്പറിനെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുന്നതിന് സെയിം ആകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 10 മൈനസ് -5 = -15. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. നോക്കിയേ, ഈ 10നെ നിങ്ങളുടെ കയ്യിൽ 10 rupees ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. കൺസിഡർ യു ഹാവ് ₹10. ഇനി നോക്കിയേ, ഇവിടെ -5നെയാണ് സബ്ട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡെപ്റ്റിനെയാണ് നെഗറ്റീവ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? -5 മീൻസ് യു ഓവ് ₹5. അപ്പോൾ നിങ്ങൾക്ക് 5 rupees കടമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 rupees ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് 5 rupees കടവുമുണ്ട്. ഇനി നോക്കിയേ, ഈ -5 എന്താണ്? നിങ്ങൾ കൊടുക്കാനുള്ള പൈസയാണ്. അതിനെ ഈ 10 rupeesൽ നിന്ന് എന്ത് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? സബ്ട്രാക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 10ൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഈ ഡെപ്റ്റിനെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഡെപ്റ്റിനെ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ആ ഡെപ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾ കൊടുക്കാനുള്ള ആൾ അത് വേണ്ട എന്ന് പറയുന്നു, അത് ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താവും? ഈ 10 രൂപയുടെ കൂടെ ആ 5 രൂപയും കൂടെ ആഡാവും. നൗ 10 മൈനസ് -5 മീൻസ് റിമൂവിങ് എ ഡെപ്റ്റ് ഓഫ് ₹5. അപ്പോൾ 10ൽ നിന്ന് ഡെപ്റ്റായ -5നെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? 10ൽ നിന്ന് ഡെപ്റ്റിനെ റിമൂവ് ചെയ്യുന്നു. ഇഫ് യുവർ ഡെപ്റ്റ് ഈസ് റിമൂവ്ഡ് യുവർ മണി ഇൻക്രീസസ് ബൈ
5. അപ്പോൾ ഈ ഡെപ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഡെപ്റ്റ് നിങ്ങൾ കൊടുക്കാനുള്ള ആൾ അത് ക്യാൻസൽ ചെയ്യുന്നു, അത് തിരികെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താകുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള മണിയുടെ കൂടെ ആ 5 rupees കൂടെ ഇൻക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. സോ 10 മൈനസ് -5 അപ്പോൾ എന്താവും, നമ്മുടെ കയ്യിലുള്ള 10 rupeesൻ്റെ കൂടെ ആ 5 rupees കൂടെ ആഡായി 15 rupees ആകും. ദസ് സബ്ട്രാക്റ്റിംഗ് എ നെഗറ്റീവ് നമ്പർ ഈസ് ദി സെയിം ആസ് ആഡിങ് എ പോസിറ്റീവ് നമ്പർ. അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് നമ്പറിനെ സബ്ട്രാക്റ്റ് ചെയ്യുന്നത് എന്തിന് സെയിം ആണ് എന്ന് പറഞ്ഞത്, ഒരു പോസിറ്റീവ് നമ്പറിനെ ആഡ് ചെയ്യുന്നതിന് സെയിം ആണ് എന്ന് പറഞ്ഞത്. അപ്പോൾ 10 മൈനസ് -5 നമുക്ക് എങ്ങനെ എഴുതാം, 10 + 5 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സസൈസ് മുഴുവൻ കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.